ഹലോ ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. മലയാളി നീ ആരാടാ? നീ ആരാ റിവ്യൂ ചെയ്യാൻ? ഈ സിനിമ കാണുമ്പോൾ തെലുങ്കർ ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇത് തന്നെയാണ്. വൃഷഭയുടെ തെലുങ്ക് റിവ്യൂ കാണുമ്പോൾ അത് തന്നെയാണ്. ഇവിടെ മലയാളത്തിൽ സിനിമ റിലീസ് ചെയ്തിട്ട് മോഹൻലാൽ ഫാൻസ് അടക്കമുള്ളവർ പറയുന്നു സിനിമ തീരെ പോരാ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, മോഹൻലാലിന് കണ്ണ് കിട്ടാതിരിക്കാനുള്ള ഒരു സിനിമ, ഇങ്ങനെയൊക്കെ പറഞ്ഞവന്മാരോട് തെലുങ്കന്മാർ ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയായിരിക്കും. വൃഷഭ തെലുങ്കിൽ നല്ല അഭിപ്രായം എടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ സിനിമയ്ക്ക് തെലുങ്കിൽ നല്ല സിനിമ എന്നുള്ളൊരു പേരും അവരുടെ ആ ഒരു ലാംഗ്വേജിൽ അവർ എക്സ്പെക്ട് ചെയ്ത സിനിമ നല്ല ലെവലിലെത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് മോഹൻലാൽ ഗാരു മികച്ചു നിൽക്കുന്നു എന്ന് തന്നെ അവർ പറയുന്നു. ഒപ്പം നായകൻ നടൻ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ മകനായി വന്ന നടൻ നമുക്ക് പേരറിയില്ലെങ്കിലും അവർക്ക് നന്നായി അറിയാം. അവൻ്റെ ഗംഭീര പെർഫോമൻസ് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അച്ഛൻ മകൻ ഒരു കഥ, ആ കഥയിൽ അവരെ ഇമോഷണലി കണക്ട് ചെയ്യാനുള്ള ഒരു സിനിമ, വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു സിനിമ, വെറും 2 മണിക്കൂർ 7 മിനിറ്റുള്ള സിനിമ, ഇതെല്ലാം തന്നെയാണ് അവിടെ നിന്ന് പറയുന്നത്. മികച്ച രീതിയിലൊരു ഫസ്റ്റ് ഹാഫ്, അതിന് മുകളിൽ നിൽക്കുന്നു ഗംഭീരമായ ആ ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ എൻഡിൽ വരുന്ന പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു ആക്ഷൻ രംഗം. അതിനുശേഷം മോഹൻലാലിൻ്റെ ഗംഭീര ആക്ഷൻ അവർ ആഗ്രഹിച്ചിരുന്നു, അത് ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവിടെ മലയാളി പറയുന്നു, വേറെ ഒന്നുമല്ല, മോഹൻലാലിൻ്റെ ആരാധകന്മാർ വരെ പറയുകയാണ് മോഹൻലാലിന് പഴയ പോലെ സ്റ്റണ്ട് ചെയ്യാൻ കഴിയുന്നത്. നീ ആരെയാണ് പറഞ്ഞ് പഠിപ്പിക്കുന്നത് മലയാളി എന്നാണ് അവർ ചോദിക്കുന്നത്. അവർ എക്സ്പെക്റ്റ് ചെയ്തത് എന്താണോ അത് ഈ സിനിമയിൽ നിന്ന് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. വമ്പൻ ടീമാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അവർക്ക് നല്ല കാശുമായിട്ട് അവർ ഒരു ചെറിയ പടം അവരുടെ ലോക്കൽ ബഡ്ജറ്റിൽ ചെയ്തിരിക്കുന്ന ചിത്രമാണ്. ഇവിടെ മലയാളിക്ക് ഈ പറഞ്ഞ 100-200 കോടി എന്ന് പറഞ്ഞാൽ കണ്ണ് തള്ളുന്ന എമൗണ്ട് ആണെങ്കിൽ അവർക്ക് വെറുതെ പൊട്ടിച്ച് കളയുന്ന കാശാണ്. അത് ആ റേഞ്ചിൽ തന്നെയാണ് ഇവർ സിനിമ എടുത്തിരിക്കുന്നത്. ഇനി മലയാളത്തിൽ നിന്ന് കിട്ടിയ ഒരു റിവ്യൂ, ഇതിൻ്റെ സെറ്റ് വർക്ക് വളരെ മോശമെന്ന് അവർ പറയുന്നു, അത് ഗംഭീരമാണ്. ആകെ മലയാളത്തിൽ നിന്ന് വന്ന ഒരു റിവ്യൂവിൽ അവർ ഉറച്ചു നിൽക്കുന്ന ഒറ്റ കാര്യം ഇതേ ഉള്ളൂ, VFX അത്ര എത്തിയിട്ടില്ല, പോരാ എന്നുള്ളത്. ബാക്കിയെല്ലാം ഗംഭീരം എന്ന് തന്നെയാണ്. അതായത് എബോവ് ആവറേജ് എന്നുള്ള ലെവലാണ് തെലുങ്കിൽ നിന്ന് ഈ സിനിമയ്ക്ക് ലഭ്യമായിരിക്കുന്ന ഒരു റിവ്യൂ. ഇതൊരു തെലുങ്ക് സിനിമയാണ്, അവിടെ നിന്ന് ഇറക്കി മലയാളത്തിലും തമിഴിലുമൊക്കെ ഡബ് വേർഷൻ വരുമ്പോൾ ഇവിടെ ഉള്ളവർക്ക് ആ ഒരു ഭാഷയും കാര്യങ്ങളുമൊക്കെ ഉള്ള പ്രശ്നമായിരിക്കാം, ഡബ് ചെയ്തതിൻ്റെ പ്രശ്നമായിരിക്കാം. പക്ഷേ ഒറിജിനൽ വെർഷനിൽ ഇത് നല്ല ചിത്രം എന്ന് തന്നെ പറയുന്നു. ഒരു ബ്ലോക്ക് ബസ്റ്റർ എന്നൊന്നുമല്ല ആരും അവകാശപ്പെട്ടത്, കണ്ടിരിക്കാവുന്ന നല്ല ചിത്രം, അവരുടെ എക്സ്പെക്റ്റേഷന് വർക്കൗട്ടായ ചിത്രം എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് അവിടെ അവർ എക്സ്പെക്റ്റ് ചെയ്ത് ആ സിനിമയ്ക്ക് അവിടെ എത്തുന്നു. ഒരു ഹിറ്റ് സ്റ്റാറ്റസിൽ നിൽക്കാൻ പോകുന്ന ചിത്രമായിരിക്കും. വൃഷഭ എന്താണേലും തെലുങ്കിൽ മികച്ചു തന്നെ നിൽക്കുന്നു. ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക.